അപ്പോൾ അതാ മൂന്നാളും കൂടി ഡ്രസ്സ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ലേഡീസിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ നല്ല പോസ്റ്റ് ആയിരിക്കും. വിളിച്ചേലുള്ള നല്ല മക്കളായിട്ട് കുഞ്ഞു കുട്ടികൾ. ഹായ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞങ്ങളെ ഫാമിലിയിൽ ആദ്യമായിട്ട് ട്വിങ്സ് ഇരട്ടക്കുട്ടികൾ ഉണ്ടായിട്ടോ. അപ്പോൾ നമ്മളെ കസിനാണ് ഇരട്ടക്കുട്ടികൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ കാണാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മയും പെങ്ങന്മാരൊക്കെ ഈ ഒരു ഷോപ്പിൽ ഡ്രസ്സൊക്കെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ ഏത് മോഡൽ ഡ്രസ്സാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കും പോയി നോക്കല്ലേ. വരി, നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ നല്ല ഡ്രസ്സുകൾ ഉണ്ടല്ലോ, നല്ല സൂപ്പർ ഡ്രസ്സല്ലേ. അപ്പോൾ അതാ ഇവിടെയാണ് താത്തതാണ് ഡ്രസ്സ് നോക്കിക്കൊണ്ട് കണ്ടിട്ടോ. അപ്പോൾ അതാ മൂന്നാളും കൂടി ഡ്രസ്സ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നല്ല തപ്പല്ല, നോക്കാം നമുക്ക് പോയിട്ട്. എന്താണ് കിട്ടിയോ? ഒരുപാട് ഡ്രസ്സുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പല പല മോഡൽ, പല കളറിൽ ഒരു ഡ്രസ്സ് ഞാൻ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. കുറേ മോഡൽ ഉണ്ട് കേട്ടോ, പല കളറിൽ പല കോലത്തിൽ. ഇവിടുന്ന് നമ്മൾ സംസാരം സൗണ്ട് കുറച്ച് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരുപാട് കസ്റ്റമേഴ്സ് ആരും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാവരുത് എല്ലാവർക്കും. ഓൾ ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് വലിയ കുറച്ച് അധികം മോഡൽ അറിയാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ താത്തൻ്റെ ഒരു മോളുണ്ട്. ഇനിക്കിനി വാവേ, ഇതാണ് ഞങ്ങളെ താത്തൻ്റെ ചെറിയ താത്തൻ്റെ മോള് അയിനു ഒരു ഹായ് പറ. അയിനു പാട്ട് പാടുമോ? അമ്പിളി മുട്ടായി എടുത്താൽ അവള് പാട്ട് പാടും. ബാബാ അയില അയിന് പാട്ട് പാട്. റെഡി. അമ്പിളിച്ചേലുള്ള ഇമ്പർമണമു കുപ്പായൊക്കെ കളിക്കല്ലേ. അമ്പിളിച്ചേലുള്ള ഒന്നുകൂടി പാട്. അമ്പരി മോളാണ്, നല്ല മോളാട്ടോ, സൂപ്പറായിട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ബേക്കിൽ കണ്ടില്ലേ, ഒരു ഡ്രസ്സ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം സാധാരണ ബോയ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ലേഡീസിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ നല്ല പോസ്റ്റ് ആയിരിക്കും. പെങ്ങന്മാർ പണി പോലൊരു ബേബിയോ അല്ലെങ്കിൽ മക്കളെയും ഇങ്ങനെ കളിപ്പിച്ച് നമ്മളിങ്ങനെ നിൽക്കണം. കാരണം ഡ്രസ്സ് എടുത്താൽ അവർക്ക് ഇങ്ങോട്ട് പച്ച എടുത്താൽ തോന്നും ചോപ്പ് എടുക്കണം, ചോപ്പ് എടുത്താൽ തോന്നും മഞ്ഞ എടുക്കണം. അങ്ങനെ ഫുൾ കൺഫ്യൂഷനാണ് അല്ലേ? അല്ലേ ഇനോ? അല്ലേ 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 അതെ 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 നമ്മൾ പോസ്റ്റ് അല്ലേ ഇപ്പോൾ കട്ട പോസ്റ്റാ. അതിന് പറയുന്നത് കട്ട പോസ്റ്റാണ്. അപ്പോൾ സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞതാണ്. ഒരു എവിടെ പോയി ബേക്കിൽ അവിടെ ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കണോ. ആദ്യമോൻ എങ്ങനെ കാണാതായി ഇങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് ആദ്യമോൻ ഇവിടെ കാണുന്നത്. അതുമോൻ എന്താ പരിപാടി? അതുമോൻ ഏതാ കാണുന്നത്? മാർസുലാപ്പിയ എന്താ അതിൻ്റെ പേര്? കാർട്ടൂൺ കാണുക. അതിനോട് കാർട്ടൂണൊന്നും വേണ്ടല്ലേ. അതിനോ ഉണ്ടോ അമ്മ അടിക്കണല്ല കാർട്ടൂൺ കണ്ടിട്ട്. അതോ ബാബാ നമുക്ക് പോനെ ബാബാ. ഫൈനലി സ്വന്തമാക്കി ഒരു താത്തൻ്റെ വക ഈ ഡ്രസ്സാണ് കേട്ടോ. ഇനി വേറെ താത്തൻ്റെ വക വേറെ ഡ്രസ്സാണ്. 3 താത്താരുണ്ട്. അപ്പോൾ 3 താത്താരും 3 ഡ്രസ്സ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സുമായിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. ഒരു താത്തൻ്റെ ഡ്രസ്സ് ഇതാണ്, വേറെ താത്ത വേറെ ഒന്ന് എടുത്തെന്നാണ് പറഞ്ഞ് പോയി നോക്കാം. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ താത്ത വാങ്ങിയ ഡ്രസ്സാട്ടത്. ഒരു റോസും ഈ കളർ പിന്നെ എനിക്ക് ഓർമ്മയില്ല എന്താ കളറെന്ന്. അപ്പോൾ മൂന്നാമത്തെ താത്തൻ്റെ വേറെ ഡ്രസ്സാണ്. ഓക്കെ, ഡ്രസ്സല്ലേ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളെ ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കസിൻ്റെ 2 ട്വിങ്സ് കുട്ടികളുണ്ട്. ആൻറ്റി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും അങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ അങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് ഓരോന്നും ഞാൻ കാണിക്കാത്തതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ക്യൂട്ട് കുഞ്ഞു ബേബീസിനെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ആൻറ്റിൻ്റെ ഉമ്മൻ്റെ ആൻറ്റിയത്തിൻ്റെ വീട്. കുറേ ആൻറ്റിമാരുണ്ട് എനിക്ക്, അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരെ ബ്ലോഗ് തുടങ്ങുകയാണെങ്കിൽ കുറേ ആൾക്കാരെ ചെയ്യാനുണ്ടാവും. ഇവിടെ എൻ്റെ ഏജിലുള്ളൊരു കസിൻ ഉണ്ട്, ഓന് ഫ്രാൻസിൽ അവിടെയാണ്. ഒരു വലിയൊരു സംഭവമാണ്, സയന്റിസ്റ്റ് മോഡൽ എന്തൊരു സംഭവമാണ്. പഠിച്ച് ഇപ്പോൾ ഏകദേശം ജോലിയിലാണുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് ആ 2 ക്യൂട്ട് ബേബീസിനെ കണ്ടാലോ? വരി രണ്ടാൾ ഇവിടെ നല്ലോണം ബെഡിൽ നല്ലോണം കിടക്കുന്നുണ്ട് കേട്ടോ. അച്ഛനൊന്നും ഇല്ലാണ്ട് നല്ല മക്കളായിട്ട് കുഞ്ഞു കുട്ടികൾ. ഹായ്, ഹലോ എന്താണ് എൻ്റെ ചുങ്കിരി ബേബീസ് ആട്ടോ. 2 ആളും പെൺകുട്ടികളാണ്. ഇപ്പൊ 3 മാസം അല്ലേ, 3 മാസം കഴിഞ്ഞില്ലേ. അപ്പോൾ ഒരു പേര് ഇതാ, ഒരാളുടെ പേര് ആലിയ, ഒരാളുടെ പേര് അലാനി അല്ലേ. അപ്പം കറക്റ്റാണ്. ഇതിൽ ഏതാണ് ആലിയ ഏതാണ് അലാനി എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഇതാണോ അലാനി? ഇത് അലാനി, ഇത് ആലിയ അല്ലേ. രണ്ടാളും നല്ലോണം നോക്കണിട്ടോ. വർത്താനം പറഞ്ഞോ, കറക്റ്റ് ആയിട്ട് നോക്കിയതാ, ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഇവിടെ സംസാരിക്കണേ, ഇവിടെ എന്താ പറയണേ? ചുങ്കുരു ഒരു ചിരിക്കാനൊക്കെ ആയിട്ടോ, സ്മൈൽ ചെയ്യുന്നൊക്കെ ഉണ്ട് നല്ലത് കേൾക്കുമ്പോ. ഞാൻ പറഞ്ഞോടത്ത് ഇങ്ങനെ നോക്കുകയാണ്, എന്താണ്. അപ്പൊ എല്ലാരും ട്വിൻസ് ബേബീസിനെ കണ്ടല്ലോ. ഞങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ 2 ബേബീസ് ഉണ്ടായത്. ഞങ്ങളെ കസിന് ഉണ്ടായതാണ്. അപ്പോൾ ഉമ്മന്റെ അനിയത്തിന്റെ മോക്ക്. അപ്പം 2 തൊട്ടിലൊക്കെ കണ്ടല്ലേ, 2 തൊട്ടിലൊക്കെ. അപ്പോ നല്ല അടിപൊളിയായില്ലേ, കണ്ടില്ലേ കുട്ടീനെ കണ്ടില്ലേ? മാഷാ അല്ലാഹ്. ഇനി ഉഷാറായിട്ട് കുഴപ്പങ്ങളോ ആരോഗ്യത്തോടെ തന്നെ ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ, ഉഷാറാവട്ടെ അല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കണം, മറക്കരുത്. അപ്പം ഒരാളുടെ പേര് ആലിയ എന്നാണ്,
ഒരാളുടെ പേര് അലാനി എന്നാണ്. നിക് നെയിം ഒന്നും വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരൊക്കെ ഇട്ടുണ്ടാവും ചിലപ്പോൾ, അത് ഞാൻ ചോദിച്ചിട്ടില്ല, അത് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ബേബീസിനെ എല്ലാവരും കണ്ടില്ലേ? അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഫാമിലി 2 ബേബീസ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇതായിരുന്നു. കാരണം പെട്ടെന്നാണല്ലോ ഉണ്ടാവാറുണ്ട്, എല്ലായിടത്തും 2, 3, 4 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം ഫാമിലി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ ഇതുണ്ടല്ലോ, ആ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോടൊക്കെ പറഞ്ഞ് അതിന് മുന്നേ പോലെ അറിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയി വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ്, ട്വിൻസ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഏതായാലും നമുക്ക് എന്താ പറയുക, ബാക്കിയുള്ള കുറച്ച് വിശേഷം കൊണ്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുട്ടികളെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഉള്ള, അതായത് എൻ്റെ കസിന് പെങ്ങൾ തന്നെയാണ് ആൻറ്റീൻ്റെ മോള്, കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയാണ് വെറൈറ്റി ആയിട്ട്. കാണുമ്പോൾ ഒന്നല്ല, ഇപ്പോൾ +2 അല്ലേ, +1 +2 10ൽ ഫുൾ A+ ആണ് കേട്ടോ, നല്ലോണം പഠിക്കുന്ന ടൈപ്പാണ് എൻ്റെ അതിൽ തന്നെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ ഉണ്ടാക്കിയത് ആ നൂല് കണ്ടില്ലേ, നൂല് ഇതിൻ്റെ ഉള്ളിൽ സൂചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. നല്ല കുഞ്ഞു ബേബീസിനല്ല ഇത് ഉണ്ടാക്കിയത്, കുഞ്ഞു ബേബീസിന് ഉണ്ടാൻ പറ്റിയ തൊപ്പി, പിന്നെ ഒരു ഷൂ അല്ലേ, കുഞ്ഞു ഷൂട്ട്, നല്ല രസമുണ്ട് ഉണ്ടാക്കിയൊക്കെ. ഇതൊക്കെ ഓൾ തന്നെ ഇവിടെ വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കിയത്. ക്ലിപ്പില്ലേ, ചെറിയ കുട്ടികൾക്കുള്ള ക്ലിപ്പുകൾ, ഇതാ പല മോഡൽ കണ്ടോ. അതേപോലെ ഇത് വേറൊരു മോഡൽ തൊപ്പി കേട്ടോ, ഇതൊക്കെ നല്ല നല്ല ഭംഗിയുണ്ടാവും ചെറിയ കുഞ്ഞു ബേബീസിന് ഇട്ടെടുത്താൽ. പിന്നെ ഇത് കിലുക്കി അതേ സെയിം ഡ്രസ്സിൻ്റെ അതേ മോഡൽ കിലുക്കി കണ്ടോ. അപ്പം ഇതൊക്കെ എന്താ പറയുക, ഓർഡർ അനുസരിച്ച് ഓൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഓളെ Instagram ID ഒക്കെ ഞാൻ ഇവിടെ എന്താ പറയുക താഴത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനിയുടെ വീട്ടിലത്തെ ഫുഡ് അടി സെക്ഷനാണ് കേട്ടോ. നല്ല പൊറാട്ട ഉണ്ട്, നല്ല ബീഫ് കറി ഉണ്ട്, പിന്നെ നല്ല ചിക്കൻ പൊരിച്ചതാ, നല്ല സൂപ്പറിൽ ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല നല്ല പൊറാട്ടയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് തൽക്കാലം ഇവിടുന്ന് പോവുകയാണ്. ഇനി വേറെ ആൻറ്റീൻ്റെ വീട്ടിലൂടെ പോകാനുണ്ട്. മക്കളെയൊക്കെ കണ്ടു, ഉഷാറായി. ഇത് താത്തൻ്റെ മോളാണ് കേട്ടോ, ഒക്കെ 5 മാസം കഴിഞ്ഞു. അതായത് നമ്മൾ വീഡിയോയിലാണ് ഫെമിമോളില്ലേ, അവളെ അനിയത്തിയാട്ടോ, കുഞ്ഞ് അനിയത്തിയാണ്. അപ്പോൾ എന്താ പറയുക, അടിപൊളിയായി. പിന്നെ അല്ലെങ്കിലും മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒച്ചയും പാടിയും സൗണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ വീട്ടിൽ. അതേപോലെ തന്നെ മക്കൾ ഒരു ഹൈറാണ്, സത്യമാണ്. കണ്ടോ, ഇത് ഇതിമെന്ന് പറിച്ചു തന്നെയാണ് കേട്ടോ, ഇതിമെന്ന് അല്ലാതെ വേറെ പറിച്ചൊന്നും അല്ല. അതാ നല്ല വെൽപ്പുള്ള ടൈപ്പ് മാങ്ങാണ്. അതിനുള്ളിൽ ഇതാ ഇലകൾക്കുള്ളിൽ കണ്ടോ, അവിടെ കണ്ടോ ഒരു മാങ്കോ. പിന്നെ ഇതാ ഒന്ന് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. എവിടെ 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 ആ ഒന്നിതാ ഇവിടെ തൂങ്ങി കിടക്കണേ കണ്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മാങ്കോ ആണ്. അപ്പോൾ ഇതാ കുഞ്ഞ് കണ്ടോ, നിലത്തുനിന്ന് ഇത്രേ വലുപ്പമുള്ളൂ. നമ്മൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, ഒക്കെ പറിച്ച ഒരു അച്ചാറും കുറേ പൗപ്പിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങളെ രണ്ടാമത്തെ ആൻറ്റീൻ്റെ വീട്ടിലെത്തിയാണ് കേട്ടോ. ആൻറ്റീൻ്റെ വീട് കൊണ്ടോട്ടിയാണേ. അപ്പോൾ കൊണ്ടോട്ടി അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ആൻറ്റി ബാക്ക് കാണാൻ ആൻറ്റീൻ്റെ വീട്. അപ്പോൾ ആൻറ്റി ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാംഗോ ഉണ്ട് കേട്ടോ. കാണിച്ചു കേട്ടോ മാംഗോ, നമ്മളെ മറ്റേ മല്ലിക മാംഗോ ആണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടോ. അവിടെ ഇവിടെയൊക്കെ മാംഗോ ഉണ്ട്, കുറേ കോല് പറിച്ചിട്ടുണ്ട്. അപ്പോൾ മാംഗോ ഉള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അവിടെ വന്ന് മാംഗോ പറിച്ച് പോരാനാണ്, അച്ചാറിടാൻ. അപ്പം ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് അവിടെ നല്ല കുറേ മരങ്ങളും ഇതൊക്കെ ആയിട്ട് ഫുള്ള് കണ്ടോ. മരങ്ങളെ ഒരു ലോകമാണ്, നല്ല മരങ്ങളെ നടുവിലാണ് വീട്. അതുകൊണ്ട് തന്നെ വലിയ ചൂട്, അതിന് മാത്രം വലിയ ചൂടുകളൊന്നുമില്ല, നല്ല തണുപ്പ്, അങ്ങനത്തെ ഒരു വൈബ് അന്തരീക്ഷമാണ്. കൊണ്ടോട്ടി എയർപോർട്ട് റോഡില്ലേ, ആ ഭാഗത്താണ് വീട്. ഓക്കെ, ഞാൻ ഫോൺ അങ്ങനെ പോക്കാട്ട് പിടിക്കണേ. വീണ്ടും പറയാണ്, വ്ളോഗ് എടുത്ത് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ആൻറ്റി ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, പോയി ഫുഡ് കഴിക്കാം. ഇവിടെ ഉള്ള നമ്മളെ കസിൻ ഉണ്ട് കേട്ടോ, ഓനിതാ എവിടെ പോയി, ഓന് സ്റ്റേറ്റിൽ വരെ പോയിട്ടുണ്ട് കേട്ടോ, കോൽക്കളിക്ക്. ഇതാ അവൻ്റെ 61ാമത് കേരള സ്കൂൾ കലോത്സവം. ഇതാണ് കേട്ടോ അവൻ്റെ ഫേസ് ഉണ്ടല്ലേ, ഫസ്റ്റാണ് കിട്ടിയത് കേട്ടോ, സ്റ്റേറ്റിലും ഫസ്റ്റാണ് കിട്ടിയത്. അപ്പം എന്താ പറയുക, കോൽക്കളിയാണ് കേട്ടോ. ഓന് ഇവിടെ ഇല്ല, പോയിട്ടൊന്ന് പോയതാണ്. പിന്നെ 10ൽ ഫുൾ A+. എന്താ ചെയ്യുക, എൻ്റെ മാതിരി തന്നെയാണ് എൻ്റെ കസിൻസ് ഒക്കെ, അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. പിന്നെ ക്യാമറ പുറത്ത് കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഉണ്ടാക്കാം, വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.